ഏഷ്യയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ പുങ്കന്നൂർ ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിയാണ് മിനിയേച്ചർ. പുങ്കന്നൂർ മിനിയേച്ചർ എന്ന് പറഞ്ഞ പശുക്കുട്ടിയാണ്. ഞാൻ ഇവിടെ ഒരുക്കും. രാവിലെ വരുമ്പോ ഇവന്റെ ഉടുപ്പ് കറക്റ്റ് അളവാ ഇട്ടൊക്കെ കൊടുക്കും. നല്ല രസം. അപ്പൊ കാണുമ്പോ പ്രത്യേകിച്ച് പേരൊക്കെ ഇട്ടായിരുന്നു. ആ മണിക്കുട്ടി 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 കാണാൻ കൂട്ടുകാരൊക്കെ വരും. ആ ഇവർ രണ്ടുപേരും വന്ന ഇതിനെ കാണാൻ വന്നല്ലേ? രാവിലെ ഞങ്ങള് മണ്ടയിലോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒക്കെ ഓടി നടക്കും. ഞങ്ങള് ഇവിടെ വളർത്തി നല്ല ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൊടുക്കത്തില്ല ആർക്കും. ഇല്ല, തരാമോന്ന് ചോദിച്ച മോൻ എന്തോ പറയും? കൊടുക്കത്തില്ല. സാധാരണ ആരും കാണാത്ത ഒരു കുട്ടിയല്ലയോ. പിള്ളേർക്കും എല്ലാം ഇത് മാറത്തില്ല. അവർ ഇതിന്റെ അടിയിൽ ഇവള് പിന്നെ ഉണ്ടായി. പിന്നെ എല്ലാരും വന്ന് കാണും. ഞങ്ങളുടെ പിള്ളേരും എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എനിക്കും വളരെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പ്രിയമുള്ളവരെ, വളരെ കൗതുകകരമായ, വളരെ ആഹ്ലാദപരമായ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇതാ 1.5 അടി പോലും ഇല്ലാത്ത ഒരു പശുക്കുഞ്ഞ്. ഇത് ഏഷ്യയിലെ തന്നെ ഒരു അത്ഭുതമാണ്. നമ്മുടെ പട്ടാഴിയിലാണ്. പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ ഈ പശുവിനെ പരിപാലിക്കുന്ന അരുണിൻ്റെയും പിന്നെ അരുണിൻ്റെ മക്കള് പിതാവ് ഒക്കെ ഉണ്ട്. അവർ ക്ഷീരകർഷകരാണ്. എന്തു തന്നെയായാലും ഈ നാടിന് വലിയ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് ഈ കുഞ്ഞൻ പശു. കഷ്ടേ ഉള്ളൂ, 1.5 അടി കഷ്ടേ ഉള്ളൂ. 1.5 അടി ഇല്ല. അവിടെ ആന്ധ്രാപ്രദേശിലെ പുങ്കന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ നേരത്തെ ഒരു വെച്ചൂർ പശു ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കാലൊടിഞ്ഞു പോയപ്പോൾ നമ്മൾ അതിന് പകരം ഒരു പശുവിനെ വെച്ചൂർ പശുവിനെ മേടിച്ചായിരുന്നു. അപ്പൊ പുങ്കന്നൂർ പശുവിനൊക്കെ നമ്മൾ അല്ലാതെ കുട്ടിയെ പോയപ്പോൾ മേടിച്ച് നമുക്ക് മോഹ വിലയാണ്. കാരണം ഇത് പിന്നെ ആരും കൊടുക്കത്തുമില്ല. കാരണം പെറ്റായിട്ട് വളർത്താം, വീട്ടിനകത്ത് ഇട്ട് വളർത്തുന്ന പശുവായത്. കാരണം അതുപോലെ നീറ്റ് കാര്യങ്ങളും എല്ലാം കെയറിങ് എല്ലാം കൊടുക്കണം അതിന്. അപ്പൊ അങ്ങനെ നമ്മൾ തപ്പി നടന്നപ്പോഴാണ് ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് അപ്പൊ അങ്ങനെ അവിടുന്ന് മേടിച്ചോണ്ട് വന്ന. ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഹൈറ്റ് കുറവ്. നമ്മുടെ ഇവിടെ നേരത്തെ പശുക്കളെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് കുറവ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള പശുക്കളെ അപേക്ഷിച്ച് ഇതിന്റെ പാലിന് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. കൊഴുപ്പ് നല്ല 8% പ്രോട്ടീൻ കണ്ടന്റ് വരും. മകൾക്കും നാട്ടുകാർക്കും എല്ലാവരും വന്ന് കാണുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കളം എന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് ഈ പശുവിനെ മേടിക്കുന്നത്. ഈ പശുവിനെ അവിടെ നിന്നാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അന്നേരം 2 മാസം ചനയുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അത് പ്രസവിച്ചു. അങ്ങനെയുള്ള കുട്ടിയായത്. വെച്ചൂർ പശുവിന്റെ മിനിയേച്ചറാണ് കുട്ടിയാണ് കുത്തി വെച്ചിരിക്കുന്നത്. ത്തോളം പിന്നെ പുങ്കന്നൂർ മിനിയേച്ചർ തന്നെ. ഡോക്ടർ മൃഗാശുപത്രിയിൽ നിന്ന് വന്ന് കണ്ടവർ പറഞ്ഞിരിക്കുന്നത് 1.5 അടി താഴ്ചയേ ഉള്ളൂ. ഇത് 3 അടി വരെ വരുമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ വളർച്ച 1.5 അടിക്ക് താഴെ ഉള്ളൂ. ആടാണ് ഇതിനെ എടുത്തോണ്ട് പോകുമ്പോൾ കരച്ചിൽ ആട്ടുംകുട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആടവിടെ കിടന്ന് കരയും. 1 ലിറ്റർ പാലിന് 200 രൂപ വിലയുണ്ട്. നെയ്യ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ 1 കിലോ നെയ്ക്ക് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. 3 ലിറ്റർ പാലിൽ കൂടുതലൊന്നും ആരും കറക്കാൻ പറ്റും. ഞാൻ ഒരു 15 കൊല്ലം കൊണ്ട് വളർത്തുന്ന ഈ 5-8 പശുവിനെ വളർത്തി. ഇതിൻ്റെ അകത്തെല്ലാം ഈ 2 ലിറ്റർ പാലിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല. തീറ്റ കൊടുക്കുന്ന പുല്ല് കൊടുക്കുന്നവർ അതിനറിയാം. വലിയ ബുദ്ധിയെന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ കൊച്ചുകുട്ടിക്ക് വരെ ഭയങ്കര ബുദ്ധിയാണ്. അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല ഇത്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ അത് ചോരത്തിൽ പാല് പോലും കൊടുക്കത്തില്ല. കണക്ക് പറഞ്ഞാൽ നമ്മൾ കറക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പം ചോര മേപ്പോട്ട് വലിക്കും. വലിക്കും. കുഞ്ഞിന് കൊടുക്കാം. കുഞ്ഞിനെ വേണേൽ നീട്ടി അങ്ങോട്ട് വെച്ച് അതിന് കുടിപ്പിക്കും. ഈ കാള ഇത് ഒറിജിനൽ വെച്ചൂര. ഒരു വീട്ടാവശ്യത്തിനെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് മോരോ തൈരോ പാലോ നെയ്യോ എന്തെങ്കിലും ഒക്കെ എടുത്ത് നമുക്ക് വിനിയോഗിക്കാം. സാധാരണ ആരും കാണാത്ത ഒരു കുട്ടിയല്ലയോ. പിള്ളേർക്കും എല്ലാം ഇത് മാറത്തില്ല. അവർ ഇതിന്റെ അടിയിൽ ഇവള് പിന്നെ ഉണ്ടായി. പിന്നെ എല്ലാരും വന്ന് കാണും. ഞങ്ങളുടെ പിള്ളേരും എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എനിക്കും വളരെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഈ കുഞ്ഞൻ പശു ഈ കുഞ്ഞൻ കൂട്ടുകാരുടെ മുത്താണ്. ഇവരുടെ സന്തോഷമാണ്. നാടിന്റെ ആഹ്ലാദമാണ്.